ലക്ഷ്മിജി ഇപ്പം ഇന്നായിട്ടാണെങ്കിലും നമ്മുടെ സീക്രട്ട് ഏജന്റ് ഒരു വീഡിയോ റിയാക്ഷൻ ആയിട്ട് ഇട്ടിട്ടുണ്ട്. പണ്ടേ അവൻ എന്നെ കണ്ടൂടാ, അവൻ എന്നെ പറ്റി വല്ല വിവരങ്ങളും പറഞ്ഞിട്ടുണ്ടാവൂല്ലേ? പറഞ്ഞു. ചേച്ചി പറഞ്ഞ വീഡിയോകൾ എടുത്തിട്ട് റിയാക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണിച്ചു തരാം. അതിന് വലിയ ഭാരമൊന്നും ഇല്ലല്ലോ. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, രേണുവിനെ പോയി കണ്ടവരെല്ലാം ഒരു പെർട്ടിക്കുലർ ചാനലില് അപ്പൊ തന്നെ അപ്പിയർ ചെയ്യുന്നുണ്ട്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. അതൊക്കെ കണ്ടപ്പോ അതൊരു പെർട്ടിക്കുലർ ചാനലിൽ മാത്രമാണ്, ഈ രേണുവിനെ പോയി കണ്ടവര് മാത്രം ചില പെർട്ടിക്കുലർ ചാനലുകളിൽ മാത്രം വീഡിയോസ് വരുന്നു. എവിടെയോ എന്തോ ഒരു തകരാറ് അങ്ങനെയൊക്കെ. അത് ഈ ചേച്ചി പോണ ഇനാഗുറേഷനിലൊക്കെ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ഓൺലൈൻ മീഡിയാസ് മാത്രം തേച്ചി വരുന്നത്. എന്താ ചേച്ചി ഉത്തരം പറ. അത് ഞാനൊരു ഇൻഫ്ലുവൻസർ ആണ്, ഒരു ടെലിവിഷൻ ഹോസ്റ്റ് ആണ്, ഞാനൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്. അതുകൊണ്ട് ഞാൻ മറ്റുള്ളവർ ചെയ്തു വെച്ചിട്ടുള്ള കണ്ടന്റുകൾ എടുത്ത് 4 ഡോറ് ബ്ലോക്ക് ചെയ്ത് കാറിനുള്ളിലിരുന്ന് വെറുതെ മറ്റുള്ളവരുടെ കണ്ടന്റ് എടുത്ത് സംസാരിക്കുകയല്ല ഞാൻ ചെയ്യാറ്. ഞാനൊരു കണ്ടന്റ് എന്താ പറയാ, ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയതുകൊണ്ട് തന്നെ അത് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാനേ നോക്കുള്ളൂ. ഇനിയും എന്റെ വീഡിയോസിൽ ഞാൻ ചിലപ്പോൾ 3 ക്യാമറയോ 4 ക്യാമറയോ വെച്ച് ഞാൻ BGM ഇട്ടിട്ടൊക്കെ ആയിരിക്കും. എനിക്കിങ്ങനെ കാറിലിരുന്ന് ഇങ്ങനെ സംസാരിച്ച് എനിക്ക് ശീലമില്ല. സോ അതിന്റെ രീതിയാണ്. അപ്പൊ ഇനിയും അത്തരത്തിലുള്ള വീഡിയോസ് ഞാൻ ചിലപ്പോൾ ചെയ്തെന്നിരിക്കും. BGM ചിലപ്പോൾ ഞാൻ മ്യൂസിക് ഡയറക്ടറെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് ഞാൻ ചിലപ്പോൾ എഡിറ്റ് ചെയ്ത് ഇടുന്നിരിക്കും. അതൊക്കെ എന്റെ പേഴ്സണൽ ചോയ്സ് ആണ്. കാരണം എന്റെ യൂട്യൂബ് ചാനലാണ്. That's called creativity. അത്രേ പറയാനുള്ളൂ. നമ്മൾ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യും. ഒരുത്തൻ അപകടം പറ്റി ആസ്പത്രി കേൾക്കുമ്പോഴല്ല ചെറ്റവർത്താനം പറയല്, മനസ്സിലായോ? ഇനി ഇത് ആവർത്തിക്കരുത്. ആരും കണ്ടിട്ടില്ല, ദയവേദി ഇക്കാര്യം പുറത്ത് ആരോടും പറയരുത്. എനിക്കത് ക്ഷീണ. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ